എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ദീർഘകാലം വേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ളതാണ്. ഇത് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്, പുറത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതുപോലെ ഈ കറിവേപ്പില ഇങ്ങനെ ഓരോന്നായി വേർപെടുത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു വെള്ള തുണിയിലേക്ക് ഇതിനെ ആദ്യം ഇങ്ങനെ വിരിച്ചിടുക. ഇങ്ങനെ വിരിച്ചിടണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം പൂർണ്ണമായിട്ടും അത് അബ്സോർബായി പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഈ വെള്ള തുണി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പകരം ന്യൂസ് പേപ്പർ ആണെങ്കിലും ഉപയോഗിക്കാം. കുറച്ചുകൂടി നല്ലത് നമുക്കിങ്ങനെ വെള്ള തുണി ഏതെങ്കിലും ഒരു തുണിയിൽ ഇങ്ങനെ വിരിച്ചിടുന്നതാണ്. വിരിച്ചിട്ടതിന് ശേഷം നമ്മളിത് എങ്ങനെയെങ്കിലും ഈ വെള്ളം ഒന്ന് ഇതിൽ നിന്ന് കളയണം. അതായത് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പോഴേക്കും ആ വെള്ളം അതിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അല്ലെങ്കിൽ ഇങ്ങനെ വിടർത്തിയിട്ടാലും മതി. അപ്പോഴേക്കും ആ വെള്ളം വറ്റുന്നതായി കാണാം. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പോകണമെന്നില്ല, ഒരു ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈരും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള കണ്ടെയ്നർ നമുക്ക് കിട്ടും. ഇതിലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക. അതിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഒരു ടിഷ്യൂ പേപ്പർ നന്നായിട്ട് തുടയ്ക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഒരു ലെയർ ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ലെയർ കറിവേപ്പില ഇടുക. വീണ്ടും ടിഷ്യൂ പേപ്പർ. ഈ ഒരു രീതിയിൽ നമ്മൾ അടുക്കി എടുക്കുക. ലാസ്റ്റ് ലെയർ ഇട്ടു. അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മൂടി വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇത് നമുക്ക് ദീർഘനാൾ ഇതുപോലെ തന്നെ ഇരിക്കും. നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. യാതൊരുവിധ കുഴപ്പവും സംഭവിക്കില്ല. ഒരു 1-2 മാസം വരെ ഇത് ഇതുപോലെ തന്നെ ഇരിക്കും. ഇനി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ കറിവേപ്പില എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു 1.5 മാസം മുൻപ് വാങ്ങിച്ചു വെച്ചിരുന്ന കറിവേപ്പില. ഏകദേശം 1-2 ഇലകൾ ചീത്തയായതല്ലാതെ 1.5-2 മാസത്തോളം ആയിട്ടുണ്ടാവും. ചീത്തയല്ലാതെ ബാക്കിയെല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, നോക്കൂ. ബാക്കിയെല്ലാം ഇത്രയും ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ കറിവേപ്പില ഒന്നെങ്കിൽ വാടി അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. പക്ഷെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5-2 മാസം വരെ ഉറപ്പായിട്ടും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും ചെയ്യുക.